നമസ്കാരം. സർക്കാർ ഉദ്യോഗസ്ഥരിൽ ചിലരും ഇൻകം ടാക്സ് അടയ്ക്കുന്നവരും BMW കാർ വരെ ഉള്ളവർ വരെ സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ അനർഹമായി കൈപ്പറ്റുന്നുണ്ട്. ഇക്കാര്യം വാർത്താമാധ്യമങ്ങളിലൂടെ അറിഞ്ഞു കാണുമല്ലോ. ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള ഇത്തരക്കാരെ ഒഴിവാക്കിയാൽ തന്നെ അർഹരായവർക്ക് കുടിശ്ശികയില്ലാതെ പെൻഷൻ കിട്ടും. സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ പറയാം. നമ്മുടെ അറിവിൽ ഈ മാനദണ്ഡം പ്രകാരമുള്ളവർ ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ എന്നിവിടങ്ങളിൽ അറിയിക്കണം. ഒന്നാമത്തേത്, 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ളതും ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് നടത്തിയിട്ടുള്ളതുമായ കെട്ടിടങ്ങൾ ഉള്ളവർക്ക് ക്ഷേമ പെൻഷൻ കിട്ടില്ല. 2, താമസിക്കുന്ന വീട്ടിൽ AC ഉള്ളവർക്കും പെൻഷൻ കിട്ടില്ല. 3, കുടുംബത്തിൽ 1000 cc കൂടുതൽ എൻജിൻ കപ്പാസിറ്റിയുള്ള വാഹനങ്ങൾ ഉള്ളവർക്ക്. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, അപേക്ഷകൻ്റെ അല്ലെങ്കിൽ ഗുണഭോക്താവിൻ്റെ കുടുംബ വാർഷിക വരുമാനം കണക്കാക്കുമ്പോൾ വിവാഹിതരായ മക്കളുടെ വരുമാനം കണക്കിലെടുക്കില്ല. ഒരു ഉദാഹരണം പറയാം. അതായത്, തോമസിൻ്റെ വീട്ടിൽ ഒരു BMW കാർ ഉണ്ട്. അദ്ദേഹം വിവാഹം കഴിച്ചതാണ്. പക്ഷേ തോമസിൻ്റെ പിതാവ് ജോസഫിന് പെൻഷൻ കിട്ടാൻ അർഹതയുള്ളതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരണേ. വീണ്ടും കാണുന്നത് വരേക്കും ബായ്.